അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സൈനീസ് വർക്ക്ഷോപ്പിലാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിവിൻ ബാബുവിനെ വിളിക്കുന്നതാണ്. ബാബു ഇന്ന് നമ്മുടെ വണ്ടിയുടെ മേൽ, അതായത് നമ്മുടെ SS നെപ്പോളിയൻ്റെ മേൽഭാഗം ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഇതുണ്ടോ, ഈ കാണുന്ന ഈ മിററും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പിന്നെ ഫൈബർ വർക്ക്, ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അത് ഗ്രൈൻഡ് ചെയ്യണം. ബാബു, ടുഡേ ഈസ് ഗ്രൈൻഡിങ്. എന്നാ ലീന പറയുന്നത്? ഞാൻ അവനോട് പറഞ്ഞേക്കുന്നത് ഇപ്പം ചെയ്യണം, എൻ്റെ വീഡിയോ എടുക്കുക. നോക്കൂ, അതായത് എന്നെ സംഭവം എന്നുള്ളത്, ഈ കാണുന്ന വണ്ടി ഉണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഫുള്ള് ഇതായിരുന്നു കേട്ടോ. അതായത് ഇടിച്ചിട്ട് പൊട്ടിയൊന്നും പോയായിരുന്നു. അതിൻ്റെ അത് ഫുള്ള് ഫൈബർ വെച്ച് ഗ്രൈൻഡ് ചെയ്തോണ്ടാണ്. ഇത് കേട്ടോ, ഗ്രൈൻഡ് ഫൈബർ വെച്ച് ലെവലാക്കിയൊക്കെയാണ്. അത് ഫുള്ളിന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് സംഭവങ്ങൾ അടിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് തൊട്ട് താഴോട്ട് വരാൻ നേരം ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയൊക്കെ നേരത്തെ കണ്ടവർക്കറിയാം. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഇത് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് നശിച്ച് നാരണക്കല്ലേക്ക് കിടക്കുമായിരുന്നു. അത് ഫുള്ള് നമ്മൾ പുട്ടിയിട്ട് ലെവലാക്കി. ഗൈസ് നോക്കൂ, ഇന്നലെ രാത്രിയാണ് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അതെന്തായാലും കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡത്തെ കേസിൽ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും പറഞ്ഞായിരുന്നോ, ഈ സൈഡ് നിന്റെ അടുത്ത് പമ്പിൽ നിന്ന് തട്ടിയിട്ട് ഇത് പമ്പ് വളയുന്ന പോലെ വളഞ്ഞു പോയായിരുന്നു. എങ്ങനെ പമ്പ് വളയുന്ന പോലെ? എന്നിട്ട് നമ്മളിത് പുട്ടിയിട്ട് ഇന്നലെ രാത്രിയില് ശരിയാക്കി എടുത്താണ്. ഇതെല്ലാം ബിപിൻ ചേട്ടന്റെ ആൾക്കാരാണ് ചെയ്തു തന്നത്. പ്രത്യേകം എടുത്തെടുത്ത് പറയണമെന്നാ പറഞ്ഞു. ഇനി ഒരു മഞ്ഞ പെയിന്റും കൂടെ അടിക്കാറുണ്ട്. ഞങ്ങളിനി കഴിഞ്ഞു. ഈ കാണുന്ന ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഭാഗങ്ങൾ ഫുള്ള് നേരത്തെ കണ്ട എല്ലാവർക്കും അറിയാം, ഫുള്ള് പൊളിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പൊ ഈ പൊളിഞ്ഞു പോയതുകൊണ്ട് എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന സംഭവങ്ങൾ മൊത്തം എന്തായാലും ഇവന് തുരുമ്പ് കയറുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങള് രണ്ടു തരം പുട്ടിയുണ്ട്. വൈറ്റ് പുട്ടിയുണ്ട്, അതേപോലെ പച്ച കൂടിയ സൈസ് പുട്ടിയുണ്ട്. പച്ച കൂടിയ പുട്ടിക്കെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടിയുണ്ട്. വെള്ളപ്പുട്ടി ആണെങ്കിലും പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അത് കാരണം നമ്മൾ പച്ചപ്പുട്ടി ഇട്ടിട്ട് അതിന്റെ മേളിലാണ് വെള്ളപ്പുള്ളി ഇട്ടത്. വെള്ളപ്പുള്ളി ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളപ്പുട്ടി ഇട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനത്തിനകത്ത് പിന്നെ നമുക്ക് വെള്ളം ഇറങ്ങാതിരിക്കും. ഇവിടെ എല്ലാം ഫുള്ള് ലെവലാക്കി. പിന്നെ അതേപോലെ തന്നെ ഈ ഡോറിന് ഇവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം ലെവലാക്കി. അങ്ങനെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് രാത്രി ഫുൾ പെയിന്റ് ഉള്ളു. രാത്രി ഇച്ചിരി കൂടെ പണിയുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചാല് ഇതിന് മേളില് ബാക്കിയും കൂടെ നമുക്ക് ചെയ്യണ്ടേ. ഇതിന് മേളില് ബാക്കിയും കൂടെ ഫൈബർ അടിച്ച് ചെയ്യണ്ടേ. ഇനിയും കൂടെ പറഞ്ഞാൽ ക്യാമറ തിന്നും. പിന്നെ കൊമ്പുകൂടി ചെയ്താൽ ഈ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ മറ്റേ വണ്ടിയുടെ ഉള്ളു പരിപാടി. ഏതാണ് നമ്മുടെ വണ്ടിയുടെ? നോക്കൂ, അതായതുണ്ടല്ലോ നമ്മുടെ ഈ വണ്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ഇതിന് പുട്ടി, അതേപോലെ തന്നെ 3 ലോക്കിന്റെ സംവിധാനം ഉണ്ട്. അതായത് ഈ കാണുന്ന ഒരു ലോക്ക്, നോക്കി ഇതിന് 3 ലോക്കിന്റെ സംഭവം കൂടി ചെയ്യാണ്ട്. അതായത് ഡ്രൈവർ, കോ ഡ്രൈവർ സൈഡ് കയറുന്ന അവിടുത്തെ 3 ലോക്ക് കംപ്ലൈന്റ് ആണ്. ആ സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഒരു മിറർ മിസ്സിംഗ് ഇല്ല. ഇതുണ്ടോ, ഇവിടെ മിറർ ഉണ്ട്, ഇവിടെ മിറർ ഇല്ല. അപ്പൊ ആ മിറർ സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ബോൾവോ മിറർ എന്നാ അതിന് പറയുന്നത്. ഗൈസ് നോക്കൂ, അത്യാവശ്യം നല്ല സൗണ്ട് പണിയെടുക്കുന്ന കേൾക്കും കേട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം റഷാണ്, പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല സൗണ്ട് ആയിരിക്കും കേട്ടോ. ആരും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവല്ലേ പിന്നെ എൻ്റെ പുറകെ കറങ്ങി നടക്കുക കേട്ടോ, അല്ലേ ഗൈസ്? നജീബിക്ക, എല്ലാവരുടെയും ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. ഈ നിമിഷത്തിൽ ചോദിക്കാൻ പാടില്ല. എന്ന് എന്റെ വണ്ടി തരും മാക്സിമം 3 days. അങ്ങനെ കുറെ 3 days ഉണ്ടല്ലോ. അതല്ല എന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഒരു 6 days ആട്ടോ ഇരിക്കുന്നത്. 6 days അല്ല ഗൈസ്. നോക്കൂ, ഇക്ക ഒന്ന് അഖിലിനോടൊന്ന് പറയിക്ക, മറ്റേ ക്യാരവാൻ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ ഇത് കയറാം. പ്ലംബിംഗുകാരനോടും കൂടെ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് രണ്ടും കൂടെ പോയി പ്ലംബിംഗുകാരൊന്ന് വിളിക്കാം. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേക്ക? ഇക്കയ്ക്ക് സാധിക്കുള്ളൂ. ഇക്ക ചോദിക്കുക, ഇക്ക അങ്ങോട്ട് സാധിക്കും. നടക്കുമ്പോ കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടിയുടെ അതായത് ടാങ്ക് കേട്ടോ. ഇതാണ് പിന്നെ വേസ്റ്റ് ടാങ്ക്. ഈ കാണുന്ന ടാങ്ക് എന്ത് ചെയ്യണം,
ഇതിന്റെ അടി കയറ്റണം. പക്ഷെ എന്നെ സംഭവം എന്ന് വെച്ചാൽ അകിൽ കയറ്റിയാൽ ആ സംഭവം ശരിയാവൂല. ഈ കാണുന്ന സാധനം പ്ലംബിങ് ചെയ്യുന്ന ഒരു അല്ല, കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ട് ശരിയായില്ല. എന്നെ സംബന്ധിച്ച് ഇത് പ്ലംബിങ് ചെയ്യുന്നവർ തന്നെ ചെയ്യണം. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള സാധനം വെച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കി അത് സിറ്റ് ആക്കും. നമ്മൾ MC വെച്ചാണ് സിറ്റ് ആക്കുന്നത്. അതിന്റെ പ്രശ്നമാണ്. സ്വിഫ്റ്റ് അല്ല, സെറ്റ് അതാണ് വിഷയം. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ ടാങ്ക്. ഈ കാണുന്ന ഇത് വേസ്റ്റ് ടാങ്ക് കേട്ടോ. അതായത് എത്ര സ്ഥലത്തുനിന്ന് ഇത് വരുന്നുണ്ടെന്ന് നോക്കി 1 2 3 4 5 സ്ഥലമായിട്ട് ഇതിന്റെ കണക്ഷൻ. അതേപോലെ തന്നെ ഈ പൈപ്പാണ് മാറ്റേണ്ടത്. ഏതാടാ ഈ മഞ്ഞല്ലേ? മഞ്ഞ നോക്കി, ഈ മഞ്ഞ പൈപ്പ് ലിപിയും പറഞ്ഞില്ലേ, ഈ കാണുന്ന സാധനം ശരിയാട്ടോ, അത് മാറ്റണം. അതിന്റെ സമയം ഒടിഞ്ഞിരിക്കുന്നത്. ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾ ഞെക്കി പിടിച്ചാലേ പോകും. എങ്ങനെ ലിപിയും പോയി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി എന്നിട്ട് ഇവിടെ ഞെക്കണം കേട്ടോ. ആൾക്കാർ ഇങ്ങനെ നോക്കണം. അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് അഖിലിനോട് ചോദിക്കാൻ ചേട്ടാ എന്നൊക്കെ ചെയ്യണ്ടെന്നുള്ളു. സംഭവം ഇനി ആ ലോക്കും കൂടി ഒരു കൊടുത്ത പരിപാടി. ബസിന്റെ 3 ലോക്ക് ആര് മാപ്പ് ഇവരെ ബിബിന്റെ. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന 3 ലോക്കില്ലേക്കാ, ആ 3 ലോക്കും കഴിച്ചു കൊടുത്ത പരിപാടി കഴിഞ്ഞു. പിന്നെ വേറെ ഇനി ഇതും കൂടെ ഞാൻ ചോദിക്കണതല്ലേ, നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ എങ്ങാടെ പോണം? വീട്ടിലേക്ക് പോകണം എന്തിനാന്നേ? ഇവിടെ നിൽക്കുന്നേ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? താഴ്ന്നല്ല, ഇവിടുന്ന് വീടല്ലേ വന്നേക്കണത് കിടക്കാനായിട്ട് സൗകര്യം. അതല്ലത് 2 ദിവസമായിട്ട് വീട്ടിൽ പോയിട്ട് സാധാരണ ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇതല്ല പോയിട്ട് അപ്പ തന്നെ ഇങ്ങനെ പോരാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂം. ഈ ബാത്റൂമും നമ്മുടെ ആ കാണുന്ന ബസ്സിൽ ഇരിക്കുന്ന ബാത്റൂമും ഒന്നാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ മാറ്റിവെപ്പ് നടക്കുകയുള്ളൂ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്നാന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. തിരിച്ചിടുമ്പോ നോക്കണം, പൊട്ടിപ്പോലെ എന്തിയാടാ അതിന്റെ ഉള്ളിൽ കൂടെ മോട്ടർ എടുക്കുന്നത്. ഇതുണ്ട്, ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടോടാ, ഇത് കണ്ടോ, ഇത് കണ്ടോ MC അടിച്ചു വെച്ചിട്ട് ഇതിന്റെ അകത്തോടെ ലീക്കാ. ഈ മോട്ടറും ഈ സെറ്റും മൊത്തം പോയി. ഇപ്പൊ എന്ത് ഡേഞ്ചറാണ് ഇപ്പോഴാട്ടോ കാണുന്നത്. ഇതുണ്ടോ, നോക്കി, ഇത് മൊത്തം പോയിട്ടാ. ഈ ക്ലോസറ്റ് പൊട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ബസ്സിലെ ക്ലോസറ്റ് ഊരി ഇതിൻ്റെ നല്ല സാധനം, ഇതിൻ്റെ റബ്ബറൊക്കെ നല്ലതാണ്. അന്ന് എലി കടിച്ചു കളഞ്ഞാണ് റബ്ബറും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മോട്ടർ അതുപോലെ സാധനങ്ങൾ മൊത്തം ഊരി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ആവും കേട്ടോ. ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ, ഇതായിരുന്നു നമ്മുടെ ബാത്റൂമിൻ്റെ ഭാഗം. നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമുള്ള പൈപ്പ് ഇതായിരുന്നു. ഇതിങ്ങനെ ബെൻഡായി പോകുമായിരുന്നു കേട്ടോ. നമുക്ക് ബെൻഡാകാത്ത നല്ല സ്റ്റെബിലിറ്റി ഉള്ള നല്ല ഗ്രിപ്പുള്ള പൈപ്പാണ് നമുക്ക് ആവശ്യം. അപ്പം ആ സംഭവം കൂടെ ചെയ്ത് ഞാൻ അതിൻ്റെ ഈ കാണുന്ന മൊത്തം പ്രിൻസേട്ടൻ തന്ന പാഴ്സാണ്. അടുത്ത ദിവസം പ്രിൻസേട്ടൻ്റെ അടുത്ത് വണ്ടി കൊണ്ടിട്ട് മെക്കാനിക്കൽ വർക്ക് ഉണ്ട് കുറച്ച്. അപ്പം മെക്കാനിക്കൽ വർക്ക് നമുക്ക് തീർക്കണം. കുറച്ച് ABSൻ്റെ ഒരു സൈഡിൽ ABSൻ്റെ പണിയും. ഇത് നമ്മുടെ വണ്ടിയുടെ ട്രാവലർ എന്നുള്ള ഒട്ടിങ് സാധനമൊക്കെയാണ്. പിന്നെ ഇനിയിപ്പം ഇപ്പം അടി ലെവൽ ചെയ്യാണ്ടല്ലോ ഇവനെ അല്ല. പിന്നെ മേളിൽ ഇന്ന് തന്നെ ഓർപ്പിക്കണേ, അതിന്റെ മേളിൽ മറ്റേ സാധനം ചെയ്തിട്ടില്ല. എന്നടാ മറ്റേ അതിന്റെ പേരെന്തായിരുന്നു? ഫൈബർ ഇതിന്റെ ഇതിന്റെ മേളില് ഇത് കവർ ചെയ്യാണ്ട് ഇവിടെ കവർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇത് മെക്കാനിക്കൽ ഗൈസ്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ പണി, CCTVയുടെ പരിപാടി, സെൻട്രൽ ലോക്കിന്റെ പരിപാടി ഏകദേശമായി. പിന്നെ ലൈനുകൾ ഇതിന്റെ ഇതൊക്കെ കുറെ കത്തിപ്പോയിരുന്നു കേട്ടോ. ഈ കാണുന്ന ഇവിടെ കണ്ടോ ഒരു വെളുത്തിരിക്കുന്ന സാധനം, അതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ലൈറ്റും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഓൺ ആക്കുന്ന ഒരു സ്വിച്ചാണ്. അങ്ങനത്തെ 2 സെറ്റ് ഉണ്ട്. അതിൽ ആ സെറ്റ് കംപ്ലൈന്റ് കത്തിപ്പോയതാണ്. അത് അഖിലിനോട് പറഞ്ഞ് ശരിയാക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കവർ ചെയ്ത് ലെവലാക്കി എടുക്കാണ്ട്. അതായത് നമ്മളൊന്ന് ആസാമിന്ന് നമ്മുടെ വണ്ടിയുടെ പൊട്ടിപ്പോയില്ലേ, ആ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാണ്ട് കേട്ടോ. ആ സംഭവം രണ്ടും ചെയ്യാൻ എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയുടെ മേളിൽ പൊട്ടിപ്പോയി, ഡ്രൈവർ ചെയ്യണം. അതാണ് ചെയ്യാനുള്ളത്. കമന്റിൽ കൂടെ എല്ലാവരും ഞങ്ങൾ ഓർപ്പിക്കണം, ഞങ്ങളത് മറന്നുപോകും. ഞങ്ങൾ ഓരോ ദിവസം കുറേ പണികളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകും കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഈ ടാപ്പ് മാറ്റാണ്ട്, ഈ ടാപ്പിന്റെ നീ ഓർത്തോ, ഈ ടാപ്പടാ മേലത്തെ ടാപ്പ്. കാശ് അതും കമന്റിൽ കൂടെ ഞങ്ങൾ ഓർപ്പിക്കണേ, ഞങ്ങൾ മറന്നു പോവായിട്ടാ. അതെ, അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. എന്താണ് പറയൂ? അതായത് ഈ ലോക്കില്ലേ, ഈ ലോക്കിൽ ഇവിടെ ഞെക്കാൻ നേരത്ത് ഒരു വിറവലും സംഭവങ്ങളും ഉണ്ടാവും. അതെ, ആ സംഭവം എന്നാന്ന് ചോദിച്ചാല് അപ്പഴത്തെ ലോക്കിന്റെ പ്രശ്നമല്ല പറഞ്ഞേ. അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ ഇന്നലെ 3 മണിക്കൂർ ഞങ്ങൾ ചിന്തിച്ചു വളരെ വ്യക്തിത്വമായിട്ട് ഞങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സാധനം ഇല്ലേ, ഈ സാധനം ഇതിനെ ലൂസാ, ഈ സ്ക്രൂ ഇല്ലേ ഇതിന്റെ അപ്പുറത്ത് ഊരിപ്പോയി, ഇതിനുണ്ട്, ഇത് ടൈറ്റ് ആക്കുകയും ചെയ്യണം.
എല്ലാം പഠനം കൊണ്ടേ പറ്റുള്ളൂ. 3 മണിക്കൂർ പഠിക്കണം. ഗൈസ് നോക്കൂ, ഇപ്പം വർക്ക്ഷോപ്പിൽ ആരുമില്ല, സമയം 2 മണി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേക്കാണ്. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി എല്ലാവരും വരാൻ വേണ്ടി. അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് പോയിട്ട് ജോബ് കാർഡ് നോക്കി നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എല്ലാ സംഭവം സെറ്റപ്പ് ചെയ്ത് വെക്കണം. ഇനി എന്തെങ്കിലും അല്ല, ഇനി എന്തൊക്കെ ചെയ്യാണ്ട് ഏതൊക്കെ ചെയ്യാണ്ടോ, പിന്നെ അതുപോലെ ഇനി എന്തെങ്കിലും ചെയ്യാതെ ഞങ്ങൾ മറന്നു ഇത് വിട്ടുപോയതുണ്ടോ, അങ്ങനത്തെ A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റപ്പ് ചെയ്യാണ്ട്. യെസ്, യാ, അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട. അത് ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഗ്രൈൻഡ് ചെയ്യാൻ മറ്റേ പയ്യോട് പറഞ്ഞു ചോറ് നിന്നിട്ട് അവൻ കയറാന്ന് പറഞ്ഞു. 2 മണിക്ക് ശേഷം ഇന്നത്തെ ദിവസം പണി നടക്കും. അതേപോലെ തന്നെ ആ പുള്ളിക്കാരൻ കയറിയിട്ട് ഇതിലോട്ട് പോയിട്ട് ഇതിന്റെ മേളിൽ ഇതേപോലെ ചെയ്യാം, എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ചെടുക്കണം അല്ലേ? ഗൈസ് നോക്കൂ, അങ്ങനെയാണ്. ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗം എല്ലാം കാണിച്ചു തരണേ. എന്നിട്ട് മേളിൽ ഒരു പോട്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ബ്രൗഷർ നോക്കി എന്തൊക്കെ പണിയുണ്ട്, ഏതൊക്കെ പരിപാടി എഴുതാണ്ട് എന്തൊക്കെ നോക്കാം. സാധനം പോയി നോക്കി വായിക്കാറിയാതെ കൂടെ വായിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്തു അല്ലേ? അതാണ് യാഥാർത്ഥ്യം കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വണ്ടിക്കുള്ളിലാണ് ഗൈസ്. ഒരു വശത്ത് വണ്ടിയുടെ പണി നടക്കുന്ന അറ്റ് ദ ടൈമിൽ തന്നെ വേറെ എത്ര കാര്യങ്ങൾ പോകുന്നതിന്റെ ഭാഗമായിട്ട് പേപ്പർ വർക്ക് കുറെ ചെയ്യാണ്ട്. അതായത് സമ്മതിക്കണം അല്ലേ? ഞങ്ങളുടെ US ചേട്ടനെ സമ്മതിക്കണ്ടോ, ഞങ്ങളെ സഹായിക്കുന്ന ചേട്ടനെ. കാരണം എന്തോരം പേപ്പറാന്നറിയോ, ഇന്നൊരെണ്ണം കൊടുക്കും, വീണ്ടും കൊടുക്കും, ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. ഒരേ പേപ്പർ തന്നെയായിരിക്കും, പക്ഷെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പാട് തന്നെയാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ വണ്ടിയുടെ പരിപാടി ഇപ്പം നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇനിയിപ്പം കുറെ പേപ്പർ അയച്ചു കൊടുക്കേണ്ടത് അയച്ചു കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കും കേട്ടോ. അഖില് വരണം, അഖില് വരാതെ പണിയും കാര്യങ്ങളൊന്നും നടക്കുകയല്ല കേട്ടോ. അവർ വന്ന് അവിടെ ഇപ്പോൾ ഒരു പിന്നെ ക്യാമറമാൻ ഉണ്ട്, ആ ക്യാമറമാനിലേക്ക് കയറിയേക്കാണ്. മിക്കവാറും ഇലക്ട്രീഷ്യൻ പണി കൂടെ പഠിക്കുകയാണ്. അതിനാ തീർത്ത് നമുക്ക് പോകണ്ടേ, ഇന്നും കൂടെ ഇല്ല നമുക്ക്. കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഇവിടെ ഡിലേ ആകുന്നതനുസരിച്ച് നമ്മൾ ഉറക്കമില്ലാതെ ഓടേണ്ടി വരും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഉറക്കമില്ലാതെ അവിടെ വരെ ഓടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് പ്രശ്നം, ഉറക്കമില്ലാതെ നിന്ന് ഓടേണ്ടി വരും. അതൊരു വലിയ അടിയായിരിക്കും. ഇതുണ്ട് അല്ല ഇവനെ, ഇതിനെല്ലാം ഇവർ ലൈൻ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കൊടുത്ത് ഫിറ്റ് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്താൽ മതി. ഇതുണ്ടോ, ഇതൊക്കെ ഒന്ന് കൊടുത്ത് ഫിനിഷ് ചെയ്ത്, ഈ ക്യാമറകളൊക്കെ ഒന്ന് കൊടുത്ത് ഫിനിഷ് ചെയ്ത്, പിന്നെ കണക്ഷനൊക്കെ കൊടുക്കുക, പിന്നെ വേറെ 2 ഡിസ്പ്ലേ ഉണ്ട്, ആ ഡിസ്പ്ലേ കൊടുക്കുക, ഈ മീറ്റർ ഫിറ്റ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ ഉണ്ടോ, ഈ കാണുന്നൊക്കെ ഈ വണ്ടിയുടെ ഇവിടെ ഒന്ന് ചേരാതെ വന്നിട്ടുണ്ടോ, ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്ന നമ്മുടെ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് പോലെ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അത് ചെയ്തേ പറ്റും. ഒരു 6 ദിവസം 7 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 7ാമത്തെ ദിവസം തൊട്ട് പോയി മനുഷ്യൻ തീർന്നു. പിന്നെ ഭയങ്കര മടുപ്പായിരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാതിരുന്ന് ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, മനുഷ്യൻ പോയി. ഗൈസ് അതൊരു യാഥാർത്ഥ്യം കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ആദ്യം വരാന്ന് വെച്ചാൽ എന്നെ ശ്രദ്ധിച്ചോ, ക്യാമറയുടെ അടുത്ത് വരാൻ പറ്റും. ഈ കണ്ണിന്റെ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ കറുപ്പ് വരും. ഇത് കണ്ടില്ലേ, ഈ ഉറങ്ങാതിരിക്കാനുള്ള പ്രശ്നം അതാ. അത് കഴിഞ്ഞിട്ട് കണ്ണ് കണ്ടില്ലേ ഇതേപോലെ ചുമക്കും. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. വേറൊരു കാര്യം ഞാൻ പറയാം, എല്ലാ സംഭവവും ലൈനിട്ടെല്ലാം വെച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഫിറ്റ് ചെയ്ത് ഇതിന്റെ ക്ലോസറ്റിന്റെ, ഇതിന്റെ പ്ലംബിങ്ങിന്റെ, ഇതിന്റെ വയറിങ്ങിന്റെ, ഇതിന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞ ശേഷം ഇത് നേരെ 2 വർക്ക്ഷോപ്പിൽ കൊണ്ട് പരിപാടി എടുത്ത് തിരിച്ച് കൊണ്ടുപോകുന്ന കേസുള്ളൂ ഈ വണ്ടി. ഇതിന്റെ ആണെങ്കിൽ 3 ലോക്ക് മാറിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അത് പോകുന്ന കേസുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വേറെ വണ്ടികൾ കയറി വരാൻ നേരത്ത് അതിന്റെ പണി ഇതിന്റെ പണിയും കൂടി ആകുമ്പം തീരാതാവും കേട്ടോ. ഇനിയിപ്പോൾ ഇന്നും കൂടെ രാത്രി വണ്ടിപ്പണി തീർന്നില്ല ഞങ്ങൾ ശരിക്കും പെടും. പിന്നെ പാടാവും കേട്ടോ. കാരണം വെച്ചാൽ ദിവസങ്ങൾ വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവല്ലാതെ ദിവ്യ ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഉറങ്ങാതെ ഓടിക്കണ്ടേ. നീ അല്ലല്ലോ ഓടിക്കുന്നത്, ഞാൻ സൈഡിൽ ഇരുന്നിട്ട് ഉറങ്ങണ്ടേ. ഉറങ്ങാതിരുന്നിട്ട് യാഥാർത്ഥ്യം. എന്തായാലും വെക്കേണ്ടി വരും. നമുക്ക് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്ന് രാത്രി ആയാലും ഞങ്ങൾ കിടക്കില്ല. ഇന്നലെ രാത്രി 7 മണി വരെ ഇതിന്റെ പണിയെടുത്തു. 7 മണി വരെ. 7 മണിക്ക് ശേഷം പിന്നെ വേറെ വണ്ടി വന്നു. അപ്പോൾ ആ വണ്ടിയുടെ പണിയെടുത്തു കേട്ടോ. അതാണ് യാഥാർത്ഥ്യം. നമുക്കാണ് മനസ്സിൽ കൂടുതലാണ്. അത് എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയാം. ഒരു ദിവസം പോകും. അതാണ് വേറെ വിഷയം. പ്രശ്നം കാണുന്ന നമ്മുടെ ടാങ്ക് ആട്ടോ. ഈ കാണുന്ന ടാങ്കിന് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് പോയി മേടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് സാധനങ്ങളും സംഭവങ്ങളൊന്നും കിട്ടാതെ വരും. അപ്പോൾ അതിപ്പം തന്നെ പോയി ചെക്ക് ചെയ്യണം. അതൊരു മെയിൻ കാര്യമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അഖിലിനോടൊന്ന് പോയി ചോദിക്കണം കേട്ടോ. എൻ്റെ വണ്ടിയുടെ എന്തെങ്കിലും സാധനം മേടിക്കണ്ടോ, മേടിച്ച് വെക്കേണ്ടത്. രാത്രി പണിയെടുക്കുമ്പോൾ കിട്ടാതെ വരരുത്. സ്വിച്ച് പവർ വിൻഡോയുടെ സ്വിച്ച്. പിന്നെ എന്നാ വേണ്ടേ ഒന്ന് ഓർത്ത് നോക്കിയേ. പവർ വിൻഡോ സ്വിച്ചും പിന്നെ ലെഫ്റ്റ് സൈഡ് വയറും കിറ്റും. പവർ വിൻഡോ തന്നെ. അത് 2 കിട്ടിയാൽ മതി. അത് 2 കിട്ടും. വേറെ ഒന്നും വേണ്ട. ക്യാമറയും സെൻട്രലൊക്കെ ഏതാ അത് നമ്മൾ മറ്റേ വണ്ടി കഴിക്കല്ലേ ചെയ്യാം. അങ്ങനെയല്ലെന്ന് അടിയിലോട്ട് പോകുന്ന പൈപ്പൊക്കെ കുറെ പൊട്ടിപ്പോട്ടില്ലേ. അത് പൈപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മേടിച്ച് വെച്ചിട്ടുണ്ടോ? ആ പൈപ്പ് അല്ല, ജോയിന്റ് കൊടുക്കുന്ന
അത് പച്ച പൈപ്പ് അല്ലേ? പച്ച പൈപ്പ് മറ്റേ എല്ല് പോലെ ഇരിക്കുന്ന മറ്റേ അതെല്ലാം പുള്ളിനെ കാണിച്ചു. പുള്ളി അല്പം കാണിച്ചു കൊടുത്താൽ ചോദിച്ചു മേടിക്കട്ടെ. അതിൻ്റെ അകത്തുള്ളത് തന്നെയല്ലേ? അതെ അതെ. അതിലേതിന് മീറ്റർ കൂടുതൽ അങ്ങനെ വല്ലതും വേണം? പച്ച പൈപ്പ് അഖില് പറഞ്ഞത് മറ്റേ സെൻട്രൽ ലോക്കിന്റെ സ്വിച്ചും പിന്നെ അതിന്റെ സാധനവും വേണമെന്നുള്ളത്. അതെവിടെ കിട്ടും? സെൻട്രൽ ലോക്കിന്റെ സ്വിച്ചും താളെല്ലാം അതിന്റെ കൂടെ ഉണ്ടല്ലോ. സെൻട്രൽ പവറിനോട് അവർക്ക് സാധനം കിട്ടിയിട്ടില്ലെന്നേ. അയാൾക്ക് സാധനം അവിടെ കിട്ടിയിട്ടില്ല. അയാൾക്ക് ഇന്ന് കൊറിയർ വരുള്ളൂ. അയാൾ ഓർഡർ കൊടുത്തിട്ട്. അപ്പൊ ഇന്നാ ചിലപ്പോൾ നാളെ കിട്ടും. അത് ചോദിച്ചു കൺഫേം ചെയ്ത് ഞാൻ വിളിച്ചു പുള്ളിനെ. പിന്നെ രാവിലെ വിളിച്ചായിരുന്നു. അല്ല പൈപ്പിന്റെ എൽബോ സാധനം എന്തൊക്കെയാന്നുള്ള അയാൾ പറയട്ടെ. അയാൾ എന്താ പറഞ്ഞായിരുന്നു എന്തൊക്കെയാന്നുള്ള? ആ പുള്ളിക്കാരൻ പറയാൻ വൈകിട്ട് വെക്കാന്നല്ലോ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് പിന്നെ ഉറപ്പാന്നോ? കിട്ടും. ഒരു പുള്ളി ഇപ്പൊ നോക്കി ഇതിന്റെ അകത്ത് കേൾക്കാതിരിക്കാനാണ് ഇത്ര പേര്. സന്ധ്യയിലോട്ട് പഠിപ്പിക്കും. സന്ധ്യയോട്ട് പഠിപ്പിക്കും. അതിനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു വണ്ടിയുടെ പരിപാടി തുടങ്ങി. അതായത് നമ്മുടെ ബസ്സിന്റെ ലോക്ക് അടിച്ച് ഇപ്പം നമ്മുടെ ചേട്ടായി കൊടുക്കും, സന്ദീപേട്ടന് കൊടുക്കും. അപ്പൊ സന്ദീപേട്ടൻ പോയി ലോക്ക് മേടിച്ചോണ്ട് വരും. ഏതാണ്ട് 3 ലോക്ക് വേണം കേട്ടോ. 4 ലോക്ക് ലോക്കും കൂടെ നമുക്ക് മാറ്റിയെടുക്കാം അങ്ങോട്ട് അല്ലേ? ആ ഗൈസ് നോക്കൂ. അപ്പൊ ഓരോന്നോരോന്നിന്റെ പരിപാടി ചെയ്തു കൊടുക്കും കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ പണികളും സംഭവങ്ങളും എഴുതി വെച്ചേക്കുന്ന പേപ്പർ. അപ്പം ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നാണ്. ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് നോക്കി. ഓൾമോസ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 2-3 ബാലൻസ് ഉള്ളൂ. 2 പക്ഷെ അതിൽ മെയിൻ പണി ചെയ്തിട്ടില്ല. അതായതുണ്ടല്ലോ, നമ്മുടെ ബസ്സിൻ്റെ അകത്ത് ബാത്റൂം ഊരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക കേട്ടോ. ഈ കാണുന്ന ഇതിന്റെ ലോക്ക് എന്ത് ചെയ്യണം? ഇവനെ ഇതിന്റെ ലോക്കൊക്കെ ഊരിക്കൊണ്ട് പോയി. പുതിയ ലോക്കിന് വേണ്ടി സെൽവൻ കിട്ടിയതെല്ലാം ഊരിക്കൊണ്ട് പോയി. ആണോ? നടക്കണ്ടേ? അല്ല മറ്റേതോ ഇല്ല. സെൽവൻ സൈഡിലും കൂടെ കൊടുക്കാൻ പറഞ്ഞില്ല. അല്ലാണ്ട് ഊരുന്നുണ്ടായിരുന്നല്ലോ. അതല്ല. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഈ സംഭവം ഗ്രൈൻഡ് ചെയ്യണം. ഇത് ഗ്രൈൻഡ് ചെയ്തിലെ പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അതിനുവേണ്ടി ലിബിനുണ്ടല്ലോ, ഇത് നമ്മുടെ ബായിനെ കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്. അത് കട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ പരിപാടി ലോക്ക് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. സെൽവൻ ചേട്ടനെ ഒന്ന് പോയി കാണും കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ ലോക്കുകളും കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി. നേരത്തെ കിടന്ന പോലെ തന്നെ അഖിലിപ്പം വന്ന് പണി തുടങ്ങും. ഈ കാണുന്ന ഇത് പ്രിൻസേറിൻ്റെ അടുത്ത് പോയിട്ട് ഫയർ എക്സ്റ്റിഷൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പോയി എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം ഇല്ലാതെ കൊണ്ടുവരും കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഈ സാധനം ചോദിക്കും. അപ്പോൾ അതെന്തായാലും മസ്റ്റാണ്. ഇനിയിപ്പം കണക്ഷൻ കൊടുക്കാനുള്ളതെന്നാണ് അഖിൽ എന്നോട് പറഞ്ഞു കേട്ടോ. സെൽവൻ ചേട്ടൻ അത് ഊരി കൊടുത്തോ? ഉറപ്പാന്നോ? ഫൈനലി ഞങ്ങൾ സെൽവൻ ചേട്ടൻ്റെ അടുത്ത് വന്ന കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ മറ്റേ ലോക്കിൻ്റെ സംഭവങ്ങളൊക്കെ സെൽവൻ ചേട്ടനോട് കൊടുത്തു എന്ന് ചോദിക്കാണ്ട് വന്നാണ്. എല്ലാം കൊടുത്തെന്നാണ് സെൽവൻ ചേട്ടൻ പറഞ്ഞത്. ഗൈസ് നോക്കൂ, ഞാൻ സെൽവൻ ചേട്ടനോട് ചോദിച്ചത് ഈ കാണുന്ന ലോക്കുകളാട്ടോ. ഈ കാണുന്ന ലോക്കുകൾ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ സാധാരണ വിജാഗിരി പോലത്തെ സംഭവം ഇതേ ലോക്കായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഊരിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതാണ് നല്ലത്. ഗൈസ് നോക്കൂ, ഇതിവിടെയൊക്കെ പുട്ടിയിട്ട് ലെവലാക്കിട്ടോ. ഇനിയിപ്പോൾ ഒരു പ്രൈമറൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്യേണ്ട കേസേ ഉള്ളൂ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന 2 പേരും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരിപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി ഹായ് ഗൈസ്, അവർ 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇപ്പം ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ. നമ്മുടെ ബൈക്കുട്ടിയാണ് ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് മിഷൻ കണക്ട് ചെയ്ത് ഈ കാണുന്ന ലൈനിട്ട് അവർ എന്നാ സൗണ്ടാണ് ഇവനെ, പതിവില്ലാത്ത ഷീറ്റടി സൗണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി പെട്ടെന്ന് പോകണ്ടാണ്. അപ്പോൾ എല്ലാ വണ്ടിയും പെട്ടെന്ന് പോകണ്ടാണ്. ഇതിന്റെ അടിയുടെ അങ്ങ് ഒച്ചിച്ചങ്ങ് കൂടും. അതാട്ടോ യാഥാർത്ഥ്യം. മറ്റേ പാച്ച് വർക്കർമാരെ എല്ലാം പിടിച്ചു പിടിച്ചിട്ട് എൻ്റെ വണ്ടിയിലെ പരിപാടി ഞാൻ തീർത്തു. അപ്പോൾ ആ വൈകിട്ടത്തെ വണ്ടി എല്ലാം ലേറ്റായി. ഈ വണ്ടി വയറിങ് ഇവിടെ നിന്നപ്പോൾ വേറെ ഏട്ടൻ പറയും നാളെ ഓട്ടോ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ വണ്ടി അവിടെ നിന്നു. അതാണ് വർക്ക്ഷോപ്പിൽ സംഭവിക്കുന്നത് അല്ലേ? നോക്കൂ, അവിടെ എന്തെല്ലാം അവൻ കട്ടിങ് ഇപ്പം എനിക്ക് ഇപ്പം തുടങ്ങും തോന്നുന്നു കേട്ടോ. അവൻ കട്ടിങ് അവൻ മേളിൽ കട്ടി ഇട്ടുണ്ട്. വൈകിട്ട് റാമ്പോ അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? പെയിന്റ് അടിക്കാൻ നോക്കൂ. അതായത് ഇനി പകല് ഡയറക്റ്റ് ഇതിലേക്ക് വന്ന് കയറും. ഇതിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഈ കാണുന്ന വണ്ടിയുടെ പരിപാടി കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വണ്ടിയുടെ പരിപാടി തീരും കേട്ടോ. ഈ കാണുന്ന സംഭവം അടിച്ചടിച്ച് നേരെ ആക്കുന്നതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അവനത് അടിച്ചടിച്ച് ലെവലാക്കി എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു മറ്റേ എയർ കട്ടറോ അങ്ങനെ എന്താണ് ഇനി പറയുന്നത്, ആ സംഭവത്തിന്റെ സൗണ്ട് ആട്ടോ കേട്ടെ. അടുത്ത വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന AC-യുടെ ഇവിടെ ക്ലാമ്പ് അടിച്ച് ഇതിനൊരു കവർ സെറ്റ് ചെയ്യാണ്ട് അത് സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഓരോ സംഭവങ്ങളുടെ വയറുകളും സംഭവങ്ങളൊക്കെയാണ്. ഇതെന്തായാലും എടാ അഖിലേ, ഈ കാണുന്ന ടോപ്പാട്ടോ ഞാൻ പറഞ്ഞേ. ഏതാ? ഇതൊന്നും ലെവലല്ല. അത് ലെവലാക്കി ഇടണം. ഏതായിരിക്കാൻ പോവാ? ഫൈനലി അഖില് നമ്മുടെ വണ്ടിയെ കയറാൻ വേണ്ടി പോവാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ബസ്സിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഇപ്പോൾ അടിക്കും. എന്നിട്ട് ഇത് നമ്മൾ മാച്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഏതാണ് നല്ലത്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യട്ടോ. ഇതും കറക്റ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആട്ടോ. അപ്പോൾ ഒരാൾ അടി ടയറിൻ്റെ അവിടെ കയറും, ബാക്കി ഞങ്ങൾ മേലോട്ട് പോകട്ടോ. എവിടെ ഇടയിൽ കൂടെ നന്നായിട്ട് കൈയിട്ടല്ല സാധനം. അതെങ്ങനെയാണ് കറക്റ്റ് ഇവനൊന്ന് പറഞ്ഞു കൊടുത്തിരിക്കും. ഗൈസ് കഷ്ടകാലം എന്ന് പറയട്ടെ, കരണ്ട് പോയിട്ടോ. കയറുന്നില്ലടാ.
അത് പിന്നെ അത് എവിടെയാന്ന് ഏകദേശം കാണിച്ചു കൊടുത്തരാം. പിന്നെ അത് എവിടെയാന്നുള്ളത് കറക്റ്റ് ഇവനെ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തെ ടയറിൻ്റെ എവിടെയാന്നുള്ള കറക്റ്റ് കാണിച്ചു കൊടുക്കണേ. ഗൈസ് വണ്ടിയുടെ ഓരോന്നായിട്ട് ഊരി വെച്ചേക്കാം കേട്ടോ. കാരണം ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് ആ സംഭവം കാണിക്കുന്നത്. ഗൈസ് ലോക്ക് മാറ്റാൻ വേണ്ടിയാട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ഊരി ലോക്കുകളെല്ലാം അഴിച്ചു കൊടുത്ത് വെക്കണം എല്ലാ സ്ഥലത്തെയും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ആ ലോക്കുകളെല്ലാം സെൽവൻ ചേട്ടൻ ഫിറ്റ് ചെയ്ത് തരണം കേട്ടോ. നമ്മുടെ ബായ്ക്കുട്ടി ഇതിൻ്റെ അകത്ത് പിന്നെ ഇന്ന് കട്ട് ചെയ്ത് ലെവലാക്കി തന്നെ ഇന്ന് പെയിൻ്റ് അടിക്കട്ടെ. അവൻ കയറി ഇനിയിപ്പോൾ ഇതിനൊരു മിററും കൂടെ വെക്കണം. കാരണം ഇതിൻ്റെ അങ്ങേ സൈഡിലെ മിററുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിൽ മിറർ ഇല്ല കേട്ടോ. അപ്പോൾ ഈ മിററും കൂടെ വെക്കുവാണെങ്കിൽ ആ പരിപാടി ഏകദേശം അത് തീരുമാനമായി കേട്ടോ. ആ മിററും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആയി. പിന്നെ ബാക്കി പണി എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇത് പണിയെടുത്തിട്ട് കാര്യമില്ല. കാരണം ഇത്രയും ദിവസം ഈ സംഭവം ഇനിയിപ്പം വെറുതെ കിടക്കുന്നതുകൊണ്ട് പണിയെടുത്ത് നശിച്ചുള്ളൂ. അപ്പം ഇനിയും പോയി വന്നിട്ട് ബാക്കി പരിപാടി ഇതിൻ്റെ ചെയ്യാം കേട്ടോ. കാണിച്ചു കൊടുത്തോളൂ ലിവിനെ. കാണത്തില്ല, അത് കൈ ഇടണം എന്നാലേ കിട്ടുള്ളൂ. കൈ ഇടണം എന്നാലേ കിട്ടുള്ളൂ. രണ്ടിന്റെയും ഗ്യാപ്പിന്റെ ഇടയിൽ അത് ആണോ? കണ്ടോടാ, അതിൻ്റെ ഉള്ളിൽ കയറണൂടാ. ടയറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ഊരാൻ പറ്റുന്ന സിമ്പിളാ. ഏതാ ഈ സാധനം, ഇവിടുത്തെ ഒരു സാധനം ഇല്ലേ, അത് ഊരാൻ പറ്റും. പക്ഷെ അത് വെൽഡിങ് അടിച്ച് വെച്ചാൽ ഊരാൻ പാടാ. ഇത് ഊരാൻ പാടാ. ഈ സാധനം ഊരി കഴിഞ്ഞാലേ പെട്ടെന്ന് കിട്ടും. ഏത് സാധനടാ? ഈ സാധനം ഊരണം. ഇത് ഊരി കഴിഞ്ഞാൽ കിട്ടുമോ? ഗൈസ് നോക്കും, ആ ഒരു സംഭവം കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്നെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മുടെ ട്രാവലർ അന്ന് നമ്മൾ മിസോറാമിൽ നിന്ന് ആസാമിലെ അല്ല കൊൽക്കത്തയിലേക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. നല്ല സ്പീഡിൽ ഓടിച്ചു. അപ്പോൾ ആ സമയത്ത് വണ്ടിക്കകത്ത് ഈ മോട്ടർ കിടന്ന് ഇങ്ങനെ അടിച്ചടിച്ച് മോട്ടർ ചളുങ്ങിപ്പോയി. അങ്ങനെ മോട്ടർ ചളുങ്ങിപ്പോയി. ഈ കാണുന്ന ഇതിൻ്റെ ഒരു ഓസ് ഉണ്ട് കേട്ടോ, ആ ഒരു റബ്ബറിൻ്റെ സാധനം. അതായത് അന്ന് എലി കടിച്ച് കളഞ്ഞിട്ട് നമ്മൾ അന്വേഷണം ലാസ്റ്റ് ബോംബെയിൽ നിന്ന് വരുത്തിച്ച സാധനമില്ലേ, ആ സാധനം ഇതായിട്ട് കറക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അടിയിൽ കൂടെ ലീക്കാണ് പ്രശ്നം. മെയിൻ പ്രശ്നം അതാണ്. അതാണ് സംഭവം. എല്ലാവരും ചോദിക്കുന്നു ഇതിനെന്ത്. ഇത് വണ്ടിക്കകത്ത് കിടന്ന് അടിച്ചടിച്ച് പോയതാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചു പറഞ്ഞു, അതായത് അലൂമിനിയത്തിൻ്റെ ജി ചാനൽ മേടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ജീവിതത്തിയാണെങ്കിൽ കൂലാണ്. അപ്പോൾ അത് മേടിച്ച് അത് സെറ്റപ്പ് ചെയ്യണം. കൈസ് ഈ വണ്ടിയുടെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ടാണ് ഈ ഡോറിന് ശരിയാക്കണം. അത് മറന്നു ഒരു കേസാണ്. ഇവിടെ ഊരി വെച്ചാക്കുന്നതാണ് ആ സംഭവം. അപ്പം ബാത്റൂമിന്റെ പരിപാടി കൂടെ കഴിഞ്ഞാൽ കൈസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കേസ്, അപ്പം ഈ കാണുന്ന നമ്മുടെ TT-നെ പോലെ, അതായത് നമ്മുടെ TT-നെ പോലെ നിൽക്കുന്ന ബാത്റൂമിൻ്റെ ആ ഒരു മോട്ടർ ചളുങ്ങിപ്പോയപ്പോൾ ആ റബ്ബർ കറക്റ്റാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ മോട്ടറിനെ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്തെ മോട്ടറും റബ്ബറും കൂടെ ഇങ്ങനെ ഇരിക്കുകയില്ല. വണ്ടി ഇങ്ങനെ അനങ്ങാൻ നേരത്ത് ഊരി വരും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ വണ്ടിയുടെ ബാത്റൂം ഊരുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ. TT-ക്ക് ബാത്റൂം ഊരി പണിയുന്ന അത്ര റിസ്ക്കുള്ള പരിപാടിയല്ല. അത് വളരെ സിമ്പിളാണ്. ഞാനൊക്കെ എത്ര പ്രാവശ്യം ഊരിയിരിക്കുന്നു ആ സാധനമൊക്കെ. അതൊന്നും വലിയ സംഭവമുള്ള കേസല്ല. അത് പറ്റിയല്ല, അത് പാട് പിടിച്ച പരിപാടിയാണ്. രാവിലെ തന്നെ ലിബി ഇത് ഊരി ഇങ്ങനെ ഇട്ടാക്കുന്ന കേട്ടോ. പിന്നെ എല്ലാവരും ഞങ്ങൾ മറന്നുപോയത്, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ ഓർപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഈ കാണുന്ന ഈ കിടക്കുന്ന സംഭവം ഇല്ലേ, ഈ കാണുന്ന സംഭവത്തിൻ്റെ ലോക്കിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് ലെവലാക്കി, അതൊന്ന് ഓർക്കണം. പിന്നെ ഈ ഒരു സൈഡ് കണ്ട് ഇങ്ങനെ അടിച്ച് ചളിങ്ങിയിരിക്കുന്നത്, അത് ഡോർ അടച്ചടിച്ച് എല്ലാ കാര്യം കമന്റിൽ കൂടെ ഓർപ്പിക്കണം കേട്ടോ. ഗൈസ് ഞങ്ങൾ 100 വട്ടം പരിപാടി നടക്കുന്ന കാരണം ഞങ്ങൾ ഇതെല്ലാം മറന്നു പോകും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എല്ലാവരും കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങൾ ഓർപ്പിച്ചാൽ വളരെയധികം നന്ദിയായിരുന്നു അല്ലേ. അതായത് ഈ കാണുന്ന മോട്ടർ ഉണ്ടോ, ഈ കാണുന്ന മോട്ടറിൻ്റെ ഇവിടെ കണ്ടൊരു വെള്ളപ്പ് സംഭവം കണ്ടോ, വെള്ളപ്പ്, ഈ കാണുന്നൊരു വെള്ളപ്പ്. ഇത് ഞങ്ങളന്ന് ഇതിന് ലീക്കായിട്ട് MCയിലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ എന്നായിരുന്നു പിന്നെ അതിൻ്റെ പിന്നെ സിലിക്കോണും കൂടി ഇട്ടിട്ട് ലെവലാക്കി വെച്ചാക്കുന്നതാണ് ഈ കാണുന്ന സംഭവം കേട്ടോ. അതല്ല അതിന്റെ മേളിൽ കണ്ടോ, മേളിൽ കൈ അതല്ല അതിന്റെ താഴെ കണ്ടോ ഒരു വെള്ളപ്പ്. അത് തന്നെ, ഇത് ഫുള്ള് കവർ ചെയ്തിട്ടില്ല. അതായത് ഈ ലീക്ക് വരുന്ന ഭാഗം മാത്രം കൈ കൊണ്ട് തേച്ചു കൊടുത്തു. ഫുള്ള് നമ്മള് ഞാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ അത് അഴിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അയക്കണ്ട സാധനം പോയി കഴിഞ്ഞാൽ വേറെ കിട്ടാനില്ല. ഓർമ്മയുണ്ടോ, മലേഷ്യയിൽ നമ്മൾ അയച്ചിട്ട് ഒന്ന് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ടാമതും എല്ലാം കൂടി ഇട്ട് കയറ്റാന്ന് പറഞ്ഞ് മടിയായിട്ട് ഇട്ടിട്ട് പോയത് ഓർമ്മയുണ്ടോ? അല്ലേ, ആദ്യം അയച്ചിട്ട് ഇങ്ങനെ സൈഡിൽ മാത്രം തേച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ അന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് തേച്ചു കൊടുത്ത പ്രശ്നം ഉണ്ടാവൂലായിരുന്നു അല്ലേ. അപ്പൊ അത് വെള്ളം വീണ് ഇത് മൊത്തം ദ്രവിച്ചു പോയി. സംഭവം മൊത്തം ഏകദേശം പോയിട്ടോ. അതിൽ ഈ ക്ലോസറ്റും ബസ്സേ കിടക്കുന്ന ക്ലോസറ്റും കറക്റ്റ് ആവും എന്നുള്ളത് നോക്കാം. പക്ഷെ ഇത് സാധനം കിട്ടാനില്ലെന്നേ. ഈ സാധനത്തിനൊക്കെ 1 ലക്ഷം 1.25 ലക്ഷം രൂപയാണ് ഈ ക്ലോസറ്റിന്റെ വില. ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് ഫൈബറിന്റെ അകത്ത് ഉണ്ടാക്കി എടുത്താലോ? ഇത് നോക്കി, ഇതാണ് വണ്ടി പൊടിയാട്ടോ. ഇതിങ്ങനെ വരയ്ക്കാൻ നേരത്ത് പ്രിന്റ് ക്ലാരിറ്റി വരും കേട്ടോ. ഇന്നലെ നമ്മൾ അങ്ങനെ ഡോറും പരിപാടിയൊക്കെ ഏകദേശം സെറ്റപ്പ് ആക്കി കേട്ടോ. ഈ ഡോറിന്റെ പരിപാടിയൊക്കെ ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് പവർ വിൻഡോ സെൻട്രൽ ലോക്കിൻ്റെ പരിപാടികളുള്ളൂ. പിന്നെ AC പണിയുണ്ട്, അതാണ് മെയിൻ സംഭവം. ഈ ഡാഷ്ബോർഡ് മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടാനില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചാണ് ഡാഷ്ബോർഡിന് വേണ്ടി, നോ രക്ഷ. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഏതാണ്ട് 3 ഡിസ്പ്ലേ വരും കേട്ടോ. അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ സിസ്റ്റം വരും, പിന്നെ ഈ ആദ്യം വെച്ച ക്യാമറയുടെ വരും,
പിന്നെ ഇനിയിപ്പം വെക്കാൻ പോകുന്ന ക്യാമറയുടെ വരും. അങ്ങനെ കുറച്ച് സിസ്റ്റങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐസ് നോക്കൂ, ഇത് കണ്ടോ, ഈ കാണുന്ന സെൻട്രൽ ലോക്കൊക്കെ ഏകദേശം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വണ്ടി നിൽക്കണോ ആ വണ്ടി നിൽക്കണോ? അല്ലെങ്കിൽ അതിന്റെ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു. ബാക്കി പാർട്ടിന് ചെയ്യാനുള്ള പരിപാടി ഉള്ളൂ. വേറെ പരിപാടി അതിൻ്റെ അതാ അവൻ ബാറ്ററിയും കൊണ്ട് കറണ്ട് പോയില്ല, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോയി. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിക്കകത്ത് കയറാൻ പറ്റില്ല, കറണ്ട് ഇല്ലല്ലോ. ഐസ് നോക്കൂ, ഇന്ന് നീ എന്നൊക്കെ ചെയ്യൂടാക്കില്ല ഇതിൻ്റെ അകത്ത്? ഇന്നിപ്പോ ഏകദേശം ഇതെല്ലാം തീർക്കാം. നാളെ എന്നെ വിളിക്കരുത്, ഇന്നത്തോടെ എല്ലാം തീർക്കും. എല്ലാം തീർക്കുന്നേ, എല്ലാ പണിയും ചെയ്യും. ഇന്നത്തോടെ ആക്കില്ല, എല്ലാ പരിപാടിയും ചെയ്ത് തീർക്കുന്ന പറഞ്ഞ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി പ്രശ്നം ഉണ്ടാവില്ലേ അല്ലേ? ഉറക്കത്തിന് വിളിക്കാനും ചോറ് തിന്നിട്ട് വിളിക്കാനും രാത്രി പോയി കിടക്കുമ്പോൾ വിളിക്കാനും ഇനി ഞാൻ വരൂല. അത് ശരിയായിട്ടാണ്. ഒരു സമയം പോയി കഴിയുമ്പം പിന്നെ നിനക്ക് ആര് വിളിക്കും നിന്നെ? ഞാൻ അങ്ങോട്ട് വിളിച്ചാ പോരെ? റൂമിൽ വന്ന് വിളിക്കുവോ? ഇന്നലെ രാത്രി ഞാൻ പറയില്ല, 9 മണിയാകുമ്പോ രാത്രി റൂമിൽ പോയി വിളിച്ചോണ്ട് വന്നാ ലാസ്റ്റ് വേറെ ആള് കൊണ്ടുപോയി. തെക്കക്കനി ജാനുവിന്റെ അവസ്ഥയാ, ഒരാള് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ആള് പിന്നെ പുറകെ നോക്കിയിരിക്കുക കൊണ്ടുപോകാൻ വേണ്ടി. ഏതാണെങ്കിലേ ഈ ഡിസ്പ്ലേ എവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? നീ ഒന്ന് നോക്കിയേ. നമ്മുടെ വണ്ടിക്ക് ലുക്കായിട്ട് എവിടെയൊക്കെ വെക്കാൻ പറ്റും? ഇതിൽ 2-3 ഡിസ്പ്ലേ ഉണ്ടോ? 3 ഡിസ്പ്ലേ നീ സെറ്റ് ചെയ്യാം കേട്ടോ. എവിടെയൊക്കെ വെക്കാൻ പറ്റും, എങ്ങനെയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ള എല്ലാം ധാരണകളൊക്കെ. 2 ക്യാമറന്റെ അല്ലല്ല, 2 വേണം. ഡിസ്പ്ലേക്കൊന്നും ഒരു ഇതും പാടില്ല, കാരണം അതൊക്കെ വേണം. നമ്മുടെ വണ്ടിക്ക് കുറവായിട്ടൊന്നും പറയാനില്ല, എല്ലാം കൂടുതൽ അവിടെ വെക്കാന്നാ അതിനാ. അപ്പൊ നീ അതിന്റെ കണക്ഷൻ എടുക്കും? അത് കണക്ഷനൊക്കെ എടുത്തോളാം. അപ്പൊ എന്നാ പിന്നെ മിറർ കഴിച്ചു കളഞ്ഞേക്കാം അല്ലേ? മിറർ നോക്കിട്ട് ആരും നോക്കാനാ? മിറർ ഉണ്ടല്ലോ ഗൈസ്, നോക്കൂ, അതായത് ഫ്രണ്ടിലെ സ്ക്രീനിൽ വെക്കുന്നതിന്റെ സംശയം. അപ്പൊ നേരെ സംശയങ്ങൾക്ക് ഒരു ഇത് കൊടുക്കാൻ ഞാൻ വലിയ കൊടുത്ത് കേട്ടോ. ഒന്നെവിടെ വെക്കുന്നേ? ഒന്നിവിടെ നമ്മൾ സെറ്റ് ഇവിടെ വെക്കും. ഒന്നിവിടെ വേറെ CCTV ഇവിടെ വെക്കണം. എങ്ങനെ വെക്കും? ക്ലാമ്പ് എടുക്കുമല്ലോ. ഇതെന്തായാലും ഇവിടെ ഫീസല്ലേ, ഏതല്ലേ പിന്നെ നല്ലത്? ഏതാ നിന്റെ അഭിപ്രായത്തിൽ നല്ലത്? അവിടെ വെക്കണ്ട. എവിടെ? അവിടെ വെക്കണം. നീ ഇതിവിടെ ഒന്ന് വെച്ചേടാ. അത് വെച്ച് എനിക്ക് ഡ്രൈവിംഗ് മുക്കിട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ സ്ക്രീൻ പറയുന്നേ 2-3 സ്ക്രീൻ ആവൂലേ? എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഇവിടെ ഒന്ന് ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറുത് വരും. ഫൈനലി ഞങ്ങൾ എവിടെയാ വെക്കണ്ടെന്നുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി കേട്ടോ. അത് റെഡി. എടാ പിന്നെ ആക്കില്ല, ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഏത് സ്വിച്ച്? ഇത്. അത് അസാഡ് ഇടുമ്പോ അസാഡ്, അടിയിലെ ലൈറ്റ് ഇടുമ്പോ അടിയിലെ. വേറെ ലൈറ്റ് ഉണ്ടല്ലോ, ഇതാണ് അടിയിലൊക്കെ. അല്ല, ഇത് അങ്ങനെ തന്നെ ആക്കിയാൽ മതി. ഇത് അസാഡ്. അതന്നെ മെയിൻ സ്വിച്ച്. മറ്റേത് അടിയിലെ പാർക്ക് കത്തുന്ന കമ്പനി വന്നാക്കുന്നത്, ഫോഗ് ലാമ്പ് കത്തുന്നത്. അത് ഫോഗ് ലാമ്പിന് തന്നെ കൊടുക്കണേ. പിന്നെ വേറെ കേസ്, ഈ കാണുന്ന ഇത് മറ്റേ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം വേണ്ടി കൺഫേം കൊടുക്കണേ പ്ലീസ്. ഓക്കെ, നടക്കുവോ? എല്ലാം ചെയ്യാം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നും പിടിച്ചിട്ടില്ല. ഗൈസ് നോക്കൂ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായ ബിബിനെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. വാ ബിബിനെ. ഇതിന്റെ കയ്യറ എന്തിനാ? കയ്യറ ഇട്ടാണോ? കണ്ടായിരുന്നോ? ഗൈസ് നോക്കൂ ബിബി, അപ്പൊ പിള്ളേർ സെറ്റ് ചെയ്ത് ഇനി എന്തൊരു പരിപാടി ഉണ്ടോ? പ്രൈമർ അടിക്കും. ഞാനൊരു കേസ് കേൾക്കട്ടെ ബിബിനെ. AC അല്ല, ഒരു കേസ്. കാശ് ചോദിക്കരുത്. വേണ്ട, കേസും ചോദിക്കണ്ട. ആ സാധനം കുത്തിപ്പൊട്ടിച്ച് അതും കൂടെ നമുക്ക് അങ്ങോട്ട് പൊട്ടിയിടിച്ചാലോ? എന്നെ ലുക്കായിരിക്കുന്നൊരു വണ്ടി. ഈ പൊള്ളി ഇത് കണ്ടോ? ഇത് കണ്ടോ? നിങ്ങൾ കാണുന്നില്ലെന്ന് എനിക്കറിയാം, എന്നാലും കണ്ടു. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്നാ? പൊട്ടിച്ചളഞ്ഞെടുക്കാനാണ്. എത്ര ദിവസം കൊണ്ട് തീരും? 4 ദിവസം. 4 ദിവസം. ഓ, സന്തോഷമായി. ഇനി ഒന്നും ചോദിക്കാനില്ല. നോക്കും, കുറേ നേരം അവിടെ ഒന്ന് ദാഹിച്ച് മടുത്തു കേട്ടോ. വെള്ളം കുടിക്കാണ്ട് പോവാ, മുടിഞ്ഞ ദാഹം. നോക്കൂ, ലിവിനുണ്ടല്ലോ വെള്ളം കുടിക്കാണ്ട് ചിക്കൻ ബോക്സിന്റെ അത് ചിക്കൻ കിട്ടി. വേറെ എന്ത് വേണം? അത്ഭുതം. നമ്മൾ തന്നെ പറഞ്ഞ വെള്ളമല്ലേ, ഫ്രഷ് ലൈം. വരണ ഇച്ചിരി സമയം എടുക്കും കേട്ടോ, ഇന്ത്യൻ ഡ്രൈവിൽ വരുന്നല്ലേ, ഇച്ചിരി സമയം എടുക്കും. ഈ ബിബിൻ എന്നോട് പറയണേ, ഈ കാണുന്ന വെള്ളവും ഈ കാണുന്ന ലൈമും ഈ കാണുന്ന ഇറച്ചിപ്പുത്തിരി ഈ കാണുന്ന കട്ട്ലേറ്റും മേടിച്ചെടുക്കണോ, വൈകിട്ട് എന്തോ കാര്യമുണ്ടല്ലോ എന്ന്. എന്തല്ലേ പിന്നെ എല്ലാരും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ നീ. ഗൈസ് എന്തായാലും കുടിക്കട്ടെ കേട്ടോ, ഒട്ടക്കത്തെ ചൂടാട്ടോ ഇവിടെ. ഗൈസ് നോക്കും, ഫൈനലി അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിച്ച് വണ്ടിയുടെ അടുത്തെത്തി. നമ്മുടെ ബായ്ക്കുട്ടി അതെ അവിടെ ഫുള്ള് സെറ്റപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കും കേട്ടോ. ജീപ്പൊക്കെ എങ്ങോട്ടോ പോവാന്ന് തോന്നുന്നു. നോക്കൂ, ഫൈനലി അഖിലുണ്ടല്ലോ ഈ കാണുന്ന ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യുക കേട്ടോ. അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്യാമറ ഏത് സ്ഥലത്തോട്ട് എങ്ങനെയുള്ള സംഭവം ഇവിടുന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ഇത് നോക്കിയിട്ട് അങ്ങനെയാണ് ഇവിടുന്ന് പോയി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് മൊത്തം കാണിച്ച് ചെയ്യുമ്പോൾ എന്നെ വിളിക്കണേടാ, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയുള്ള കേട്ടോ. ഫൈനലി ഈ കാണുന്ന മെഷീൻ ഓൺ ആക്കിട്ടോ, മെഷീൻ ഓൺ ആക്കിയിട്ട് ഓരോ ക്യാമറ വെച്ച് നോക്കട്ടെ. ഇത് ഏത് ഇവിടുത്തെയാണോ, ഫ്രണ്ടാണോ, ബാക്കാണോ, സൈഡാണോ, അങ്ങനെ ഏതാണ് സംഭവം എന്നുള്ളത് നോക്കിയാലേ ഇത് കറക്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സംഭവം മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അല്ലെങ്കിൽ വൈഡ് ആംഗിൾ മാറും. ഫ്രണ്ടിലുള്ള ക്യാമറ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വൈഡ് കിട്ടില്ല. ഫ്രണ്ടിലുള്ള ഫ്രണ്ട്, ബാക്കിലുള്ള ബാക്ക്, അത് മാർക്ക് ചെയ്ത് എല്ലാത്തിലും എഴുതുന്നതാണ്. ഇതിലൊന്നും എഴുതിയിട്ടില്ല. എഴുത്തില്ല അതാട്ടോ സംഭവം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ആദ്യം ഒരു കണക്ഷൻ കൊടുക്കട്ടോ കേട്ടോ. അതിലെ ഓരോ ക്യാമറ ഫിറ്റ് ചെയ്തു കേട്ടോ. ഫിറ്റ് ചെയ്തില്ലേ വിഷ്വലും സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കും കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേടാ? ക്ലാരിറ്റി അത്യാവശ്യം ഉണ്ടോ. ഇനിയിപ്പോൾ 2 എണ്ണം കൂടെ കൊടുക്കാണ്ട്, അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിട്ടോ. നോക്കൂ, സെൽവൻ ചേട്ടനും ലിബിനും കൂടെ കൂടി ഈ കാണുന്ന വണ്ടിയുടെ മിറർ കേട്ടോ, അത് ബസ്സിൻ്റെ മിറർ. അപ്പം മിറർ നോക്കൂ കേട്ടോ. സെൽവൻ ചേട്ടാ, ഈ കവറിനകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സൈഡായിരിക്കും നോക്കിയേ, അത് അപ്പുറത്തെ സൈഡാ, അത് നമുക്കുണ്ട്. ഇതിൽ 2 എണ്ണം ഉണ്ടോ ലിബിന്? ഇല്ല, എഴുത്തുണ്ടാവില്ലേ ലെഫ്റ്റ് റൈറ്റ്. അത് ഇപ്പുറത്തെ സൈഡാ സെൽവൻ ചേട്ടാ. അപ്പുറത്തെ സൈഡ് നമുക്ക് കിട്ടണ്ട. അപ്പുറം പറയണം. അതന്നെ അടുത്ത കവർ ഞങ്ങൾ പൊട്ടിച്ചു നോക്കട്ടെ. അതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളത്. ഏതാ ഹോൾ? എവിടെയാ ഹോള്? ഹോൾ അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അല്ല, സെയിം, അതെല്ലാം സെയിമാണ്. ലെഫ്റ്റ് റൈറ്റ് ഇതെങ്ങനെ അറിയാൻ പറ്റുക? പക്ഷെ അത് ഉള്ളിലല്ലേ? സെൽവൻ ചേട്ടൻ ഫൈനലി കൊമ്പ് ഫിറ്റ് കേട്ടോ. പക്ഷെ കൊമ്പ് കറക്റ്റ് കിട്ടിയില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു സെൽവൻ ചേട്ടാ? തിരിച്ചിട്ടു. ഞാൻ കേസ് പറയട്ടെ, ഈ കൊമ്പ് ഇങ്ങനെ തന്നെ വരിക, എന്നിട്ട് അതിന്റെ അടിയിലെ സാധനമല്ലോ സെൽവൻ ചേട്ടാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഗൈസ് അങ്ങനെ തന്നെ കേട്ടോ സംഭവം. പക്ഷെ അതിൽ നിന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈനുണ്ട്. ഏതാന്ന് വെച്ചാൽ കൊടുത്തു. കൊടുത്തു, കുറച്ച് ഇൻസ്ട്രക്ഷൻ അടിച്ചു കേട്ടോ. സന്തോഷമായില്ലേ? സന്തോഷമായോ? ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ അഖിലൊക്കെ ക്യാമറയ്ക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ ക്യാമറകൾ ഓരോന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അഖിലേ, നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേ? ഒരെണ്ണത്തിനല്ലേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അല്ല, പക്ഷെ ഈ സെയിം സാധനം തന്നെയാ മറ്റേത്, അതിന് ലൈറ്റ് ഇല്ല. ബാക്കിയല്ലോ ആണല്ലേ? അതിന്റെ സെൻസറുകളല്ലേ കാണുന്നേ? ഗൈസ് നോക്കുക. അപ്പം ലൈറ്റുകൾ ഓരോന്നായി പിടിപ്പിച്ച് തുടങ്ങി. ഇന്ന് തന്നെ സ്ക്രീനും ബോണറ്റിൻ്റെ ഒക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ബാത്റൂമിൻ്റെ പരിപാടിയും കാര്യങ്ങളും അതേ സമയത്ത് ചെയ്യും കേട്ടോ. അതേ സമയത്ത് മിസ്റ്റർ നജീബ് വെള്ളറ വന്നിറങ്ങി കേട്ടോ. എവിടെ പോയതേക്കാ? പൈപ്പോ? ഏതിനേക്കാ? ഈ വണ്ടിയുടെയാണോ? സാധനം കിട്ടിയോ? ഏതൊക്കെയുണ്ട്? ആ ചാക്കിൽ എന്നൊക്കെയോ അത് കാണിച്ചേ. ഈ ഒരു പൈപ്പ് മതിയോ നമ്മുടെ ഈ വണ്ടിക്ക്? എന്തിയേ? ഗൈസ് നോക്കൂ, ഇക്കുണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ടാങ്ക്, അതായത് ഈ കാണുന്ന ടാങ്ക് ഇത്ര ഓസ് മതിയോ ആകെ? ഈ ഓസ് പച്ച ഓസ്. പിന്നെ ഞങ്ങൾക്ക് ഇത്ര ഉള്ളോ? അപ്പൊ ഈ കണക്ഷനൊക്കെ വേണം. ഇതൊക്കെയോ ആണോ? ഓക്കെ, സിക്കയ്ക്ക് സാധനം മേടിക്കണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ കാണുന്ന ഇതാണ്. അഖിലിന് ഇത് നേരെ നൈസായിട്ട് ഉള്ളിക്കിട്ട് കൊടുത്തു കേട്ടോ. നീ ആളെ ബുദ്ധിമാനാ കേട്ടോ. സെൽവൻ ചേട്ടൻ ഇത് എവിടുന്നാ വിളിക്കുന്നേ? വെളിന്നാ. നോക്ക്, സെൽവൻ ചേട്ടൻ അവിടെ പണിയെടുക്കുന്നുണ്ട്. സീറ്റിന്റെ അടിയിലുണ്ട്. ഇതാടാ, സീറ്റിന്റെ അടിയിലുണ്ട് കേട്ടോ. എന്നാടാ വേണ്ട? ഒരു ചെറിയ സംഭവം ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അതായത് കേക്ക് മനസ്സിലായോ? ഉള്ളിലേക്ക് ഇറങ്ങണം. ഇത് മേലോട്ട് നോക്കിയാൽ മതി. ഇവിടുന്ന് കണ്ടില്ലേ പൈപ്പ് അതേപോലെ നിൽക്കുക. അല്ല, അവിടെ നമ്മൾ പെയിന്റ് ചെയ്താൽ നമ്മൾ പുട്ടിട്ടാണ് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്താൽ. ഇപ്പൊ അത് ഇവിടുന്ന് ഒരു പീസ് വെച്ച് കവർ ചെയ്ത് കളഞ്ഞാൽ ഒരു പീസ് വെച്ച്, അല്ലെങ്കിൽ നമുക്കൊരു ഈ ഷീറ്റ് ഉണ്ട് മേലിനെ കഴിഞ്ഞു. മേലിലൊന്ന് ഞാൻ റിങ്ങോ
ഒരു വശത്ത് അഖില് പരിപാടി എടുക്കുന്നുണ്ട്, മറ്റൊരു വശത്ത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരിപാടി ചെയ്യും കേട്ടോ. ഇത് ഇന്ന് രാത്രിയിൽ ഇത് തീരും കേട്ടോ. ഈ വണ്ടി ഇന്ന് രാത്രിയോട് തീരും. ഇതിന് വേറെ പണിയില്ല കേട്ടോ. എന്നാടാ കുറച്ച് 2 ഇഞ്ച് വീതിയിലൊന്ന് ഫൈബർ അടിക്കാം. ഇങ്ങനെ ആ സ്ക്വയറിൽ ഞാൻ നമ്മൾ കയറിയപ്പോൾ കണ്ടില്ല. മേലെ കവർ ചെയ്യണ്ട, അത് കുറയില്ല. ഗൈസ് നോക്കൂ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. വണ്ടി കയറാൻ പോണേക്കാ. ഗൈസ് നോക്കൂ, അതായത് ഇക്ക നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി ആരും നിർത്തി പണിയിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സംഭവം തീരും. ഇന്നിപ്പോൾ അഖിലിന് വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പരിപാടി പെട്ടെന്ന് തീരുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ CCTV സെൻട്രൽ ലോക്ക് ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ CCTV 2 CCTVയുടെ പിന്നെ ഇതും പിന്നെ ഉള്ളിൽ അകത്തെ ലൈറ്റും സ്വിച്ചും സംഭവങ്ങൾ. കത്തിപ്പോയി സ്വിച്ചോ, കത്തിപ്പോയി സ്വിച്ച് മാറാം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മേലിൽ നമ്മളന്ന് അടിച്ചു പൊട്ടിയില്ല, അതിന്റെ സംഭവം കേട്ടോ. ഒന്നും വിചാരിക്കില്ല, അവിടെ പണി നടക്കുന്നതിൻ്റെ ആട്ടോ ഈ സൗണ്ട് മൊത്തം. ഇതിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലിലെ ഫൈബർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ ഇന്നിപ്പോൾ അഖിലിന് വലിയ പരിപാടിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വണ്ടിയുടെ ഇലക്ട്രിക്കൽ പരിപാടി പെട്ടെന്ന് തീരുന്നുണ്ട്. ഇന്ന് രാത്രി ചിലപ്പം പിന്നെ ബാത്റൂമിൻ്റെ പരിപാടി തീർക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ ഈ കാണുന്ന SS-ൻ്റെ പിന്നെ ലോക്കിൻ്റെ പരിപാടിയൊക്കെ സെൽവൻ ചേട്ടനെ കൊണ്ട് തീർക്കും. അതോടുകൂടി ആ പരിപാടി തീരും കേട്ടോ. അതേ സമയത്ത് ഇതുണ്ടോ നജീബിക്ക് ലിബിനും വണ്ടിയുടെ മേളിലുണ്ട്. ഗൈസ് നോക്കൂ, അതേ സമയത്ത് നജീബിക്ക് ലിബിനും കൂടി ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള സംവിധാനങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് രാത്രി പണി പാളും. ഇപ്പം അത് ചെയ്യുവാണെങ്കിൽ ഇപ്പം അത് പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ രാത്രി നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം, ആ കാണുന്ന റൂഫ് റെയിലുണ്ടല്ലോ, ആ കാണുന്ന റൂഫ് റെയിൽ പിന്നെ ഫുള്ള് ഇതൊക്കെ പൊളിക്കും കേട്ടോ. അതായത് പേപ്പറും കാര്യങ്ങൾ പൊളിക്കുക. ലിബി നേരെ മേലോട്ട് കയറി ലിബിന് ഇപ്പോഴത്തെ സംഭവങ്ങൾ പൊളിക്കും കേട്ടോ. അത് വൈറ്റ് ആട്ടോ അടിക്കുക, ആ സംഭവം മാത്രം വൈറ്റ്. ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ. ഗൈസ് ഈ സൗണ്ട് കേൾക്കുന്ന എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എയർ കട്ടർ ബായ് ശരിയാക്കുന്ന കേട്ടോ. അപ്പോൾ ആ എയർ കട്ടർ ശരിയായ അതിൻ്റെയാണ് ഈ സൗണ്ട് മൊത്തം കേട്ടോ. കാരണം തൊട്ടടുത്താണല്ലോ ഈ വണ്ടി പണിയുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ലിബിനും നജീബിക്കും അവിടെ തന്നെ നിൽപ്പുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. ഇന്ന് രാത്രി ഇതിൻ്റെ ഇലക്ട്രിക്കൽ പരിപാടി തീർന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും കേട്ടോ. ഗൈസ് ഫൈനലി അഖിലുണ്ടല്ലോ പിന്നെ ക്യാമറയുടെ ഓരോ ലൈനുകൾ വലിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ക്യാമറയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ 4 സ്ഥലത്ത് ക്യാമറ സ്പോട്ട് ചെയ്യണ്ട കേട്ടോ. ആ ഒരു സംഭവം കൂടെ മാത്രമേ ഉള്ളൂ. അതോടെ ആ പരിപാടിയും കഴിയും കേട്ടോ. ഇതുണ്ട് ഓരോ സ്ഥലങ്ങളിൽ ക്യാമറ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ ഒരു സ്ഥലത്ത് മാത്രം ഇപ്പം ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറ കേട്ടോ. അതായത് നൈറ്റ് വിഷൻ ലൈറ്റൊക്കെ കത്തുന്ന ഈ കാണുന്ന ക്യാമറയാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഈ ക്യാമറയ്ക്കാണ് ഈ ലൈറ്റുള്ള ഫ്രണ്ടിൽ. അപ്പോൾ ലൈറ്റുള്ള ഫ്രണ്ട് വെച്ചു. അങ്ങനെ 4 സ്ഥലങ്ങളിലും ഈ കാണുന്ന ലൈറ്റ് വരും. അതോടെ ആ ഒരു ക്യാമറയുടെ പരിപാടി കഴിയും കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ പരിപാടികൾ, കത്തിപ്പോയ ലൈറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കാണുന്ന ചേട്ടൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ചേട്ടൻ വരും. ഇതേപോലെ അഖില് ചേട്ടനെ തണുപ്പിച്ചു വിടും. വീണ്ടും ചേട്ടൻ വരും, അഖില് ചേട്ടനെ തണുപ്പിച്ചു വിടും. വണ്ടിയിൽ പണി വെക്കുന്ന ആളുകൾ കോമ്പീറ്റ് ചെയ്യാൻ പോയത്. ഏതായിട്ടാ വണ്ടി? ഇതാണോ അപ്പുറം കിടക്കുന്നുണ്ടോ? ഈ ഭാരതൻസ് ഗൈസ്. അതേ സമയത്ത് ഇതുണ്ടോ ബേക്കിലേക്ക് അഖില് വന്നു. അടുത്ത CCTV, അതായത് ഇവിടെ ഒരു CCTV ഓൾറെഡി നമുക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു പ്രൊഫഷണൽ പിന്നെ CCTV ഉണ്ട്. അതല്ല, നമ്മൾ വേറൊരു സംഭവം വെച്ചിട്ടുണ്ട്, അതിൻ്റെയാണ് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ലിബി മേലുണ്ട്. എന്നാടാ ലിബിനെ അവിടെ സ്റ്റിക്കറോ? റൂഫ് റെയിലിൻ്റെ സ്റ്റിക്കറല്ലേ? ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തോട്ടും കണക്ഷൻ പോകുന്ന ഏരിയ. അപ്പോൾ ഈ കണക്ഷൻ പോകുന്ന ഏരിയ എന്നുള്ള ലൈൻ വലിയായിട്ട് കാണേണ്ടത് എന്തോരം സ്ഥലത്തോട്ട് വലിച്ചാക്കണം എന്നറിയാമോ. അതെല്ലാം വലിച്ച് കറക്റ്റ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഇന്ന് രാത്രി കൊണ്ട് എന്തായാലും തീർത്ത് തരാമെന്ന് അഖില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല അഖിലേ, തീരുവോടാ? പറയണ്ട. അല്ല തീരുവോ? നടത്തി തരാന്നുള്ളതാണോ? ഉറപ്പാ? ഇന്ന് രാത്രി കൊണ്ട് അഖില് തീർത്ത് പിന്നെ ഇന്ന് 10 മണി വരെ നിന്നാലും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ഇന്ന് നടക്കുവാടാ അഖിലേ? ബാത്റൂം ചെയ്തു തരണം. അല്ല അത് നോക്കണ്ടല്ലോ, നമുക്ക് മറ്റേ ഊരി വെച്ചാക്കുന്ന റെഡിയാക്കാമല്ലോ. ഇത് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് നേരെ ബസ്സിൻ്റെ അകത്തുള്ളത് കയറി എടുക്കുന്നു. എന്നിട്ട് നമ്മളത് കണക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് രാവിലെ എനിക്ക് പോകുന്നു.
മൂവാണ്ടൻ മാങ്ങ ഞാൻ ബിപിൻ ചേട്ടനെയും പറ്റിച്ചു, 2 പറിച്ചു. ആ. ബിപിൻ ചേട്ടൻ മുറിച്ചപ്പോ എന്റെ പകുതി മുറിച്ചു. ഇത് മുറിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ കരിച്ചില്ല, ഉപ്പൊന്നുമില്ല അവന്. പുള്ളി എന്ത് പുള്ളിക്കാരൻ മാങ്ങ കൊണ്ടങ്ങോട്ട് പോയി. ഉപ്പെടുക്കാൻ വേണ്ടി പോയതാ. ഉപ്പെടുക്കാനല്ല, പുള്ളിക്കാരൻ്റെ തീർന്നു. പകുതി ഞാൻ തിന്നല്ലോ, പിന്നെ പകുതിയല്ലേ ഉള്ളൂ. നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ നൈറ്റും ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീരുന്നില്ല കേട്ടോ, ഈ പണി തീരുന്നില്ല. പണി തീരുന്നേ ഇല്ല. എത്ര ചെയ്തിട്ടും ഓരോന്ന് നൈറ്റും ഇങ്ങനെ പണിയെടുക്കും കേട്ടോ. ഇന്നലെ ഏതാണ്ട് ഒരു 7 മണി വരെ രാത്രി പണിയെടുത്തു. ഇന്നൊരു 10 മണി വരെയെങ്കിലും പണിയെടുക്കും കേട്ടോ. അല്ലേ അഖിലേ? എടുക്കൂടാ. നോക്കൂ, ഫൈനലി രാത്രിയിലും നമ്മുടെ വണ്ടിയുടെ വർക്ക് ഓരോന്ന് നടക്കും കേട്ടോ. ഇപ്പോൾ പുട്ടി വർക്കാണ്, ഈ മേലിൽ പുട്ടി വർക്ക് ചെയ്യണം. ഇവിടെ ഗ്ലാസും സംഭവങ്ങളൊക്കെ വെച്ചു. ആ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലോക്കും കൂടെ മാറ്റി കഴിഞ്ഞാൽ SS-ൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ TTയുടെ പണിയും കൂടി ഉള്ളൂ കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ബാക്കിയുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടാങ്ക് കയറ്റൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നാളെ ഏകദേശം ഇലക്ട്രിക്കൽ ഒതുക്കണം. പരിപാടിയൊക്കെ പാളും കേട്ടോ ഇങ്ങനെ പോയാൽ.